പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പുണ്യഭൂമി, സ്വർഗത്തിലേക്കുള്ള കവാടം. അനേകം അത്ഭുതങ്ങൾ കൃപാസനത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കൃപാസനം മരിയൻ ഉടമ്പടി വഴിയായി പരിശുദ്ധ അമ്മയുമായി ഉടമ്പടി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൃപാസനം ഓഫീസിൽ നിന്നും ഉടമ്പടി പത്രിക ലഭിക്കുന്നു. വെള്ള പത്രികയിൽ നമുക്ക് ആവശ്യമായ 6 ആവശ്യങ്ങൾ എഴുതാം. അതുപോലെ തന്നെ പച്ച നിറത്തിലുള്ള ഉടമ്പടി പത്രികയിൽ ഉടമ്പടി പ്രകാരമുള്ള 6 നിബന്ധനകൾ നാം പൂർണ്ണമായും പാലിക്കണം. 1. ലഹരി വസ്തുക്കളുടെ ഉപയോഗം, മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയവ പൂർണ്ണമായും ഒഴിവാക്കുക. 2. ദിവസവുമുള്ള ബൈബിൾ വായന. 3. മാതാവിൻ്റെ ദിവസമായ ബുധൻ, ശനി ദിവസങ്ങളിൽ നേരമെങ്കിലുമുള്ള ഉപവാസം. 4. രോഗി സന്ദർശനം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക, അന്നദാനം ചെയ്യുക. 5. ദാന ധർമ്മം നടത്തുക. 6. ഈശോയെ അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ കൂടുതൽ ആഴപ്പെടുത്തുവാനും ശ്രമിക്കുക. കൗൺസിലിങ്ങിൽ പങ്കെടുത്ത ശേഷം നമ്മുടെ കയ്യിലുള്ള പച്ചയും വെള്ളയും നിറത്തിലുള്ള ഉടമ്പടി പത്രിക കൗൺസിലർ മുമ്പാകെ പൂരിപ്പിച്ച് സീൽ ചെയ്ത് കൃപാസന ഓഫീസിൽ രജിസ്റ്റർ ചെയ്യുകയാണ് അടുത്ത നടപടിക്രമം. തുടർന്ന് പ്രത്യേകം സജ്ജമാക്കിയ മാതാവിൻ്റെ തിരുരൂപത്തിന് മുമ്പിൽ നടക്കുന്ന പ്രാർത്ഥനയ്ക്കിടയിൽ കൃപാസനം അൾത്താരയിൽ നടക്കുന്ന ദിവ്യബലിക്ക് ശേഷം 12 പ്രാവശ്യം പ്രത്യേകം പ്രാർത്ഥിച്ച നീലയും പച്ചയും നിറത്തിലുള്ള തിരികൾ, ഉടമ്പടി തൈലം, വ്യഞ്ചരിച്ച ഉപ്പ്, കാശിരൂപം, പ്രാർത്ഥനാ പുസ്തകം അടങ്ങിയ ഒരു കവർ ലഭിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം പരിശുദ്ധ അമ്മയുടെ രൂപം കൈകളിലേന്തി പ്രദക്ഷിണം നടത്തി അമ്മയുടെ സന്നിധിയിലെത്തി മിനോറ എന്ന വിളക്കിൽ എണ്ണ ഒഴിച്ച് തിരി തെളിയിച്ചുകൊണ്ട് നാം ഉടമ്പടി പ്രഖ്യാപിക്കുന്നു. തുടർന്ന് അമ്മയുടെ സന്നിധിയിൽ വെച്ച് തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നു. നമ്മുടെ നിയോഗങ്ങൾ അടങ്ങിയ വെള്ളപത്രിക അവിടെയുള്ള പേടകത്തിൽ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വെച്ച് നിക്ഷേപിക്കുന്നു. ഉടമ്പടി നേർച്ച വസ്തുക്കൾ എങ്ങനെ ഉപയോഗിക്കാം? പച്ചത്തിരി, നീലത്തിരി, കൃപാസന അമ്മയുടെ കാശിരൂപം, വ്യഞ്ചരിച്ച ഉപ്പ്, കൈപ്പുസ്തകം തുടങ്ങിയ നേർച്ച വസ്തുക്കൾ 12 തവണ ദിവ്യ കുർബാന അർപ്പിച്ച് അപ്പോസ്തോല അധികാരത്താൽ ജോസഫച്ചൻ ആശീർവദിച്ച നേർച്ച വസ്തുക്കളാണ്. മരിയൻ ഉടമ്പടിയിലെ ആദ്യത്തെ നേർച്ച വസ്തു നീലത്തിരിയാണ്. നീലത്തിരി കത്തിച്ച് രാവിലെ 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലേണ്ടതാണ്. ഫാദർ VP ജോസഫ് കൃപാസനം ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനലിൽ ഏകദേശം 1,10,00,000-ലധികം സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് ചാനലിൽ അച്ഛൻ ലൈവായിട്ടാണ് 5:30 പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ ഡെയിലി ബ്രെഡ്, ആശീർവാദ പ്രാർത്ഥന തുടങ്ങിയവ ആ സമയത്ത് ഉണ്ടായിരിക്കുന്നതാണ്. ഉടമ്പടി കൈപ്പുസ്തകത്തിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും ഒരു വിശ്വാസ പ്രമാണവും 7 സ്വർഗസ്ഥനായ പിതാവും 7 നന്മ നിറഞ്ഞ മറിയവും ചൊല്ലുക. നീലത്തിരി ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന കാരണം പരിശുദ്ധ അമ്മ വാഗ്ദാന പേടകമാണ്. ഈ വാഗ്ദാന പേടകം നീല വിരി കൊണ്ട് പൊതിയണമെന്നാണ് മോശയോട് ദൈവം പറഞ്ഞത്. മാത്രവുമല്ല, ദൈവ സാന്നിധ്യത്തിൻ്റെ നിറമാണ് നീല. രണ്ടാമത്തെ നേർച്ച വസ്തുവാണ് പച്ചത്തിരി. കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം പച്ചത്തിരി കത്തിച്ച് ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് ഒരു വിശ്വാസ പ്രമാണവും 7 സ്വർഗസ്ഥനായ പിതാവും
ഏഴു നന്മറിഞ്ഞ മറിയവും ചൊല്ലി മരിയൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുക. ഈ തിരിക്ക് പച്ച വരാനുള്ള കാരണം പ്രളയം വന്ന് സമസ്തവും നഷ്ടപ്പെട്ടപ്പോൾ നോഹയോട് ദൈവം പറഞ്ഞു, പച്ച വിരിച്ച സമ്പൽ സമൃദ്ധിയുടെ ദേശം നിനക്ക് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഈ ബൈബിൾ സൂചികയുടെ അടിസ്ഥാനത്തിലാണ് പച്ചനിറം നൽകിയിരിക്കുന്നത്. മൂന്നാമത്തെ നേർച്ച വസ്തുവാണ് വെഞ്ചരിച്ച ഉടമ്പടി തൈലം. പൂർണ്ണ വിശ്വാസത്തോടെ ഒരു വിശ്വാസ പ്രമാണവും 7 സ്വർഗസ്വനായ പിതാവും 7 നന്മറിഞ്ഞ മറിയവും ചൊല്ലി ഉടമ്പടി തൈലം രോഗം വന്ന ഭാഗങ്ങളിൽ ഉപയോഗിക്കുക. കർത്താവ് തന്നെ സൗഖ്യപ്പെടുത്തും. സങ്കീർത്തനം 92 10 ഞാനൊരു പുതിയ തൈലം നിന്റെ മേൽ ഒഴുക്കുകയാണ്. നിന്റെ ശത്രുക്കളുടെ പതനം നിന്റെ നയനങ്ങൾ ദർശിക്കും. നിന്റെ ദുഷ്ടൻ്റെ പതനം നിന്റെ ശ്രവണകേന്ദ്രങ്ങൾ കേൾക്കും. നാലാമത്തെ നേർച്ച വസ്തുവാണ് വെഞ്ചരിച്ച് ഉപ്പ്. രോഗപീഠകൾ വരുമ്പോൾ, തീരാവ്യാധികൾ വരുമ്പോൾ 1 ഗ്ലാസ് വെള്ളത്തിൽ 1 നുള്ള് ഉപ്പിട്ട് 1 വിശ്വാസ പ്രമാണവും 3 സ്വർഗസ്വനായ പിതാവും 3 നന്മറിഞ്ഞ മറിയവും ചൊല്ലി പ്രാർത്ഥിക്കുക. എന്നിട്ട് അത് സേവിക്കുക. അഞ്ചാമത്തെ നേർച്ച വസ്തുവാണ് അമ്മയുടെ മുദ്ര പതിച്ച കാശരൂപം. വിശ്വാസ പ്രമാണം ചൊല്ലി കാശരൂപം എപ്പോഴും കയ്യിൽ വയ്ക്കുക. അപകടങ്ങളിൽ നിന്നും മറ്റും നമ്മെ സംരക്ഷിക്കും. മാത്രവുമല്ല, മനുഷ്യരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമയം, പരീക്ഷകൾ തയ്യാറെടുക്കുന്നവർ, അസുഖങ്ങളിൽ നിന്നും മോചനം നേടാൻ ആഗ്രഹിക്കുന്നവർ തുടങ്ങി മനുഷ്യരെന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കൃപാസനം കാശരൂപം നമ്മെ കാത്തു സംരക്ഷിക്കും. ആറാമത്തെ നേർച്ച വസ്തുവാണ് ഉടമ്പടി കൈപ്പുസ്തകം. 72 മണിക്കൂറെടുത്താണ് ജോസഫ് അച്ഛൻ ഈ പുസ്തകം തയ്യാറാക്കിയത്. ഉടമ്പടി പ്രാർത്ഥനയുടെ വിശദാംശങ്ങൾ ബൈബിൾ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തതാണ് ഈ പുസ്തകം തയ്യാറാക്കാനുള്ള പ്രത്യേക കാരണം. ഈ പുസ്തകത്തിലാണ് പ്രധാനപ്പെട്ട ഉടമ്പടി പ്രാർത്ഥനകൾ, അതായത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മരിയൻ സായാഹ്ന പ്രാർത്ഥനയും ഉള്ളത്. ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും വർഷിക്കുന്ന പ്രാർത്ഥനകളാണിത്. അതുപോലെ തന്നെ കൃപാസന പത്രം പകുതി ക്രൈസ്തവർക്കും പകുതി അക്രൈസ്തവർക്കും നൽകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കൃപാസനം നേർച്ച വസ്തുക്കളുടെ വ്യാജൻ ഇറങ്ങിയിട്ടുണ്ട്. അത് ഒരിക്കലും വാങ്ങി പറ്റിക്കപ്പെടരുത്.